അപ്പോൾ സമയം ഇപ്പോൾ 3:30, വെളുപ്പിന് 3:30 മണിയായിട്ടുണ്ട്. അപ്പം ഞാൻ ആറ്റുകാലിൽ പൊങ്കാലയിടാൻ പോവുകയാണ്. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു കേട്ടോ. തേങ്ങ എല്ലാം തിരുമ്മി തന്ന ആളാണ്. സമയമായപ്പോൾ എൻ്റെ മോനും കൂടെ എണീറ്റ് കേട്ടോ. അതാണ് എനിക്ക് അതിശയമായത്. അപ്പോൾ അങ്ങനെ എണീക്കുന്നവനെല്ലാവരും വെളുപ്പിന് 3:30 അവൻ എണീറ്റ്. എന്നാൽ നമുക്ക് പൊങ്കാല വിശേഷങ്ങളിലോട്ട് പോകാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഞങ്ങളങ്ങനെ ബൈപ്പാസ് വഴി ഒറ്റ വിടിയിലാണ്. ഇതാ ഒരുപാട് പൊങ്കാലക്കാർ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വയണയപ്പം, കുമ്പിളപ്പം എന്ന് പറയും, നമ്മളിവിടെ കോട്ടപ്പം എന്ന് പറയും, വയണയപ്പം എന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ മത്സരിച്ച് കുഴയ്ക്കുകയാണ്. ഇതെൻ്റെ നാത്തൂൻ്റെ അമ്മയാണ് കേട്ടോ. ഭയങ്കര നാണക്കാരിയാണ്. ആരാണ് ആദ്യം കുഴയ്ക്കുന്നതെന്ന് നോക്കട്ടെ. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പഴത്തിൽ തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്. 2 പഴം മാത്രം മതി ഏകദേശം ഒരു 1.5 കിലോ മാവ് കുഴച്ചെടുക്കാനായിട്ട്. നല്ല പരുവായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ മാവിൻ്റെ പരുവം. അപ്പം നമ്മളിത് ഇനി വയണ ഇലയിൽ ഇതിനി നിറച്ച് വയ്ക്കണം. സന്തോഷമാണ് കേട്ടോ. നമുക്കിത് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ചാൻസ് അല്ലേ. ഭയങ്കര സന്തോഷം. എല്ലാ സ്ത്രീകളുടെയും നീണ്ട ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ആറ്റുകാൽ പൊങ്കാല. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കുവാൻ വേണ്ടി പലരും ആറ്റുകാൽ പൊങ്കാല നോക്കിയിരിക്കും. അക്കൂട്ടത്തിന് ഞാനുമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു വിശ്വാസമാണത്. മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വർഷം ആറ്റുകാലമ്മയ്ക്ക് ഒരു പൊങ്കാല ഇടാമേ എന്ന് നേർച്ച ചെയ്യും. ആ ആഗ്രഹം എന്നെങ്കിലും ആറ്റുകാലമ്മ സാധിച്ചു തരുമെന്നുള്ള ഒരു വിശ്വാസമാണ് അത്. അതുകൊണ്ട് ഇനി എത്ര വെയിൽ കൊണ്ടാലും പുകയേറ്റാലും നമുക്കതൊന്നും ഒരു വിഷയമേ അല്ല. അടുപ്പ് കത്തിക്കാനുള്ള സമയം എത്തിയിട്ടുണ്ട്. 9:45 കേട്ടോ അടുപ്പ് കത്തിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, വെച്ച് പതി. ആ മതി. തറ വെച്ചു ചാവട്ടെ. എൻ്റെ മോൻ വന്ന് എന്നോട് ചോദിച്ചു, അമ്മ ഞാൻ പൊങ്കാല ഇടട്ടെ എന്ന്. ഞാൻ കാര്യമാക്കിയില്ല, തമാശയാണ് പറയുന്നതെന്ന് കരുതി. എന്നാൽ അവൻ തന്നെയാണ് ബാക്കിയുള്ള മണ്ടപ്പുറ്റി, തിരളി ഇതെല്ലാം അവൻ തന്നെയാണ് വേവിച്ചെടുത്തതും. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് പോലും അതൊരു ഉത്സാഹമാണ് കേട്ടോ. അതൊക്കെ ആറ്റുകാല അമ്മയുടെ ഒരു ശക്തി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മതി മോനെ, മതി, കത്തും. അതവൻ നോക്കിക്കോളും.